ഇതിപ്പോൾ വലിയൊരു കണ്ടുപിടുത്തവും വലിയൊരു ആനക്കാരിയൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ ചട്നി ഓർ ചമ്മന്തിയുടെ കാര്യം ഒരു രസം ഉണ്ടാവില്ല. സോ ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ചമ്മന്തി അരയ്ക്കാൻ നേരത്ത് നമ്മൾ തേങ്ങ ചിരണ്ടി ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ കുറച്ച് നേരത്തെ അതിൻ്റെ തണുപ്പൊന്ന് മാറാനായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കണം എന്നുള്ളത് നമുക്ക് മിക്കവർക്കൊക്കെ തന്നെ അറിയാമല്ലോ. അതുപോലെ ഞാൻ പുറത്തെടുത്ത് വെച്ചതാട്ടോ. ഞാൻ ചട്നി സാമ്പാറും കൂടെ വേണം ഇന്ന് ഇഡ്ഡലിക്ക് ഉണ്ടാക്കാൻ എന്ന് ആണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, സാമ്പാർ ഇപ്പോൾ രാവിലെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് അഥവാ രാത്രി ഞാൻ മറ്റൊരു കറിയും കൂടെ ഉണ്ടാക്കാനായിട്ട് ഒന്നുകൂടെ അടുക്കളയ്ക്ക് കയറണം. അപ്പം എൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ്, സാമ്പാറിന് പകരം നമുക്ക് 2 വെറൈറ്റി ഓഫ് ചട്നീസ് ആക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ കുറച്ചും കൂടെ തേങ്ങ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് അങ്ങോട്ട് ഇട്ടങ്ങ് അടിച്ചു. 10 മിനിറ്റ് വെച്ചിട്ടാട്ടോ അടിച്ചത്. കുറച്ച് തേങ്ങ ഞാൻ ചേർത്തിട്ടുള്ളൂ, എന്നിട്ടാണ് ഈ ലെവല് പണി എനിക്ക് കിട്ടിയത്. തണുത്ത തേങ്ങ നമ്മൾ മിക്സിക്കകത്തിട്ട് അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള ആ ഫാറ്റ് കണ്ടന്റ് റിലീസ് ആവുന്നതാണ് ഈ ചെറിയ ചെറിയ വൈറ്റ് സ്പോട്ട്സ് ആയിട്ട് ഇവിടെ മേലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. അവനെ ആ കറക്റ്റ് ടെമ്പറേച്ചറിലേക്ക് നമ്മളങ്ങനെ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ, അവൻ വാമപ്പ് ചെയ്യാതെ നമ്മൾ ഒറ്റയടിക്ക് അവനെ ഇട്ട് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയും വേണ്ട, അവൻ്റെ ആ DNA അതിലങ്ങോട്ട് മാറിപ്പോയി. അതിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം കൂടെ അവിടെ പുറത്തിരുന്ന് ആ തണുപ്പൊക്കെ മാറുമ്പോഴത്തേക്കും അവൻ നമ്മുടെ പഴയ ആൾ തന്നെയാവും രൂപത്തിലും ഭാവത്തിലും എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ദേ, ഇത് ഞാൻ രാവിലെ ഏകദേശം 10:30 എടുത്ത വീഡിയോ ആണ്. ഇത് വീണ്ടും ഞാൻ 1:30 എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ തേങ്ങ നേരത്തെ പുറത്തേക്ക് എടുത്ത് വെക്കാൻ മറന്നു പോകുന്ന സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം എത്രമാത്രം ചൂടിനാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുക? വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ തേങ്ങ റൂം ടെമ്പറേച്ചറിലേക്ക് റേസ് ആവണം. അതിലും കൂടിപ്പോകരുത്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ വെന്തൊരു ചൊവ വന്നു പോകുമല്ലോ, ചട്നി അല്ലാണ്ടായി പോകരുത്. സോ അത്രയും മാത്രമേ ആ തേങ്ങയുടെ ടെമ്പറേച്ചർ റേസ് ആവാൻ പാടുള്ളൂ. അപ്പൊ അതിന് അനുസരിച്ചുള്ള ഒരു ചൂടാണ് നമ്മുടെ വെള്ളത്തിന് വേണ്ടത്. സോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ അങ്ങോട്ട് എടുത്തിട്ട് അടിക്കരുത്. അവർ തമ്മിലൊരു ധാരണയിൽ എത്താനുള്ള സമയമെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ. ഒരു 10 to 15 മിനിറ്റ്സ് അത് ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ചേരുവകൾ ചട്നിയിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ ആ നേരം കൊണ്ട് ഒരുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തിട്ട് അടിക്കുവാണെങ്കിൽ സോ ഈ ഫാറ്റ് കണ്ടന്റ് സെപ്പറേറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവനെ അങ്ങോട്ട് അതുപോലെ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ അവൻ്റെ ഒരു മുഖഭാവം നമ്മളോട് അതുപോലെ തന്നെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡിൽ അവനും തിരിച്ചു പെരുമാറും. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. This is God's here. Thank you.